കേട്ടെങ്കിൽ ഒരു പെഞ്ഞൈ മാപ്പിള മങ്ങിലാവുടെ സന്ദർഭത്തിൽ ഫസ്റ്റ് ആണും പെണ്ണും ആണാവണോ ആണ് പെണ്ണ് പെണ്ണാവണോ. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടുന്നത് റിജാലു ഖവാമൂന അലൻ നിസാ, ആണിങ്ങൾ ചെല്ലത് പെണ്ണുക്ക് ജീവന കൊടുക്കുകയില്ലവണോ. ആണുടെ കർത്തവ്യ യജമാന അവിടുന്നുള്ള ബദലുക ഒരു പെണ്ണിന്റെ സ്വർത്തവന്റെ പോലെ. ഏത് വിഷയത്തില് പെണ്ണിന്റെ സംരക്ഷണാക്കുന്ന വിഷയത്തില് ആണ് ചെല്ലത് പെണ്ണിന്റെ പ്രൊട്ടക്ടർ അവളോ, ആണ് ചെല്ലത് പെണ്ണിന്റെ ഒരു ആയുധ പോലെ, ആണ് ചെല്ലത് പെണ്ണിന്റെ കാവലുകാരുടെ പോലെ. ഒരു പെണ്ണക വയസ്സാവുടെ സന്ദർഭത്തില് പെണ്ണിന്റെ സംരക്ഷണാക്കണായത് മക്കളുടെ കർത്തവ്യ. ഒരു പെണ്ണ് പാലക്കാർത്തിയായപ്പോ അവളെ സംരക്ഷണാക്കുന്നത് മാപ്പിളുടെ പണിയായിട്ടിക്കട്. ഒരു പെണ്ണ് ചെറിയ കുമ്പത്തുകോ കിടാവായിട്ട് കുമ്പത്തുകോ ആ സന്ദർഭത്തിൽ അവളെ കർത്തവ്യം പാപ്പയുടെ കയ്യിലായിട്ടിക്കട്. മാപ്പിളുടെ നോക്കുക വേണായിട്ട് മാപ്പിളുടെ മരുന്നുക മാപ്പിളുടെ വയറ് നിറക്കുക വേണായിട്ട് പെണ്ണ് ജോബുക്ക് പോകണ്ട. മാപ്പിളുടെ സംരക്ഷണത്തിന് വേണായിട്ട് പെണ്ണ് ഔതൗത്തുക്കും ചുറ്റി നടക്കണ്ട. മാപ്പിളുടെ വയറ് നിറക്കുക വേണായിട്ട് പെണ്ണ് കഷ്ടവന്നിട്ട് പേരുപിട തണ്ണിയിലിച്ചിട്ട് കാസാക്കട അകത്യവണ്ടില്ല. എത്രത്തോളാണ്ട് കേട്ടെങ്കിൽ മാപ്പിള പെണ്ണായി അവള് സമ്പന്ന വർഗത്തിൽപ്പെട്ടവളോ, അവളെ മാപ്പിള ബോധ്യല്ല കിട്ടിട ധാരാളം സ്വത്തുണ്ടൊരു പെണ്ണക. മാപ്പിളായവണ് ഗതിയില്ലാത്തവണ് സാധുവായ പാവത്തെ മനുഷ്യാണ്ട് കണ്ടെങ്കിലും സമയത്ത ഫിത്ർ സകാത്ത് അരി കൊടുക്കുന്ന സന്ദർഭത്തില് പെണ്ണിടെ ഫിത്ർ സകാത്ത് അരി പാവത്തെ മാപ്പിള കൊടുക്കണോ. പൈസ ഇന്ന ധാരാളം സമ്പത്തിന്റെ പെണ്ണിടെ ഫിത്ർ സകാത്ത് അരി മാപ്പിള കൊടുക്കണോ. ഇന്ന് മാപ്പിളുടെ ഫിത്ർ സകാത്ത് അരി കൊടുക്കൂ, കാസില്ലേ കൊടുത്തില്ലെങ്കിൽ ആയെങ്കിലും പെഞ്ഞയുടെ സ്വത്തുണ്ടല്ലേ ചെന്നിട്ട് പെഞ്ഞൈക സമയത്ത് ഫിത്ർ സകാത്ത് കൊടുക്കൂ, കട്ടായമേ അല്ല. മാപ്പിള ചെന്നെങ്കിൽ അത് മനുഷ്യ ഇണ്ട് ആറൂപത്തിലുള്ള മാപ്പിള ചെല്ലങ്ങ പുരിയ വിഷയത്ര മാത്രം നിറപ്പാക്കണ എല്ലാവർക്കും ഗുന്തിന്നതേ. ഒന്നാമത്തെ കണ്ടീഷൻ ഒരു പെഞ്ഞൈ മാപ്പിള ചെണ്ട ദാമ്പത്യ ജീവനത്തിൽ ഒരാൾ കടക്കണോണ്ട് കണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പരിശുദ്ധ ഇസ്ലാം പടിപാട് മഹ്റ് കൊടുക്കണോ ചെന്നിട്ട് നീ നിന്റെ പെഞ്ഞയ്ക്ക് മഹ്റ് കൊടുത്തു മംഗലാവോ ചെന്നിട്ടോ. ഞങ്ങളുടെ റായത്തിൽ പണ്ടത്തത് പോലെ അല്ല. നാളെ ചെറിയ കട സന്ദർഭത്തിൽ മഹ്റ് 5 രൂപ വെച്ചോണ്ടിരുന്നത്. മംഗലാമത്ത് റായത്തിൽ 5 രൂപ വെക്കട മഹ്റ്, 10 രൂപ ബൈക്കട മഹർ കൊറിയ ടൈം 100 രൂപയ്ക്ക് ഉപയോഗിക്കും തുടങ്ങിയത്. ആ 100 രൂപ മാത്രം ഇപ്പൊ ഫിക്സ്. ഇപ്പൊ മഹർ ബൈക്കടല്ല, ഉസ്താദ്മാർക്ക് കൈ മടക്കട നിക്കാഹിടല് പോയിട്ട് 100 രൂപ നല്ല തള്ളി ബൈക്കട എതിരെ പാർട്ടിന് 500 രൂപ നോട്ട് വെച്ചെങ്കിൽ 50 രൂപയുടെ കവർ ഒഴുകത്ത് തള്ളി ബൈക്കടി 50 രൂപ കൊണ്ട് അവിടെ വേണ്ട. ഈ പറഞ്ഞ പാർട്ടി ഇവിടെ കുറെ ഞാൻ കണ്ടത് എതിരെ പാർട്ടി 500 രൂപ നോട്ട് ഉപയോഗിച്ചാൽ അപ്പൊ ഈ പാർട്ടി 500 രൂപ നോട്ട് കൊടുത്തു ആത്മഹത്യാക്കണോ. വൈകുന്നേരം 50 രൂപ കവർ ഒഴുകത്തിൽ വെച്ചപ്പോ കാണുന്നില്ലല്ലേ ഇങ്ങനത്തെ മനുഷ്യന്മാർ. അപ്പൊ പെണ്ണുക്ക് മഹ്റ് കൊടുക്കണം ഇസ്ലാം പഠിപ്പാട്ട് ഉണ്ട്. ഇസ്ലാമിന്റെ ഇഷ്ടമില്ലാതെ ഇസ്ലാമിന്റെ ഏതൊരു ഡിക്ഷണറിയും ഏതൊരു നിഘണ്ടു എടുത്തു നോക്കിയിട്ടുണ്ട് കണ്ടെങ്കിലും ഇല്ലാതെ പുതിയൊരു സമ്പ്രദായമുണ്ട്, കാസിജന്റെ സമ്പ്രദായം. എപ്പോഴും കേട്ടത് ചെല്ലില്ല യാറ് ഒരു വിഷയം മാത്രം നടപ്പാക്കട്ട ബാലക്കാറ. കാസി ഇസ്ലാമിന്റെ സമ്പ്രദായ അല്ലേ അല്ല, കാസി ഇസ്ലാമിന്റെ സമ്പ്രദായ അല്ലേ അല്ല. ഇസ്ലാമുക്കും അതുക്കും ഒരു പരിചയമേ ഇല്ല, സംബന്ധമേ ഇല്ല, ഒരു ബന്ധവും ഇല്ലതൊക്കെ. അത് കൊടുക്കുന്നതും എടുക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിൽ ഒരു നിയമവും സമയത്തയില്ല. കാരണം അങ്ങനത്തെ ഒരു സമ്പ്രദായമേ ഇല്ലാത്തത് കൊണ്ടൊരു കിതാബ് ചെമ്മ ചർച്ചയാക്കില്ല. ഏതുമാവട്ടെ ബാലക്കാറോ NRC പോലത്തെ വിഷയത്തിൽ പ്രതിഭടനാക്കുക പോണ്ടവനുള്ള ആറുണ്ട് തെരിയോടാ. മുസ്ലിം ഇടങ്ങളെ സംരക്ഷണക്ക് പോണ്ടവണോ വിഷയം നല്ലതേ ആയങ്ക അവിടെ ഏത് മുസ്ലിമിന്റെ സംരക്ഷണാക്കുന്നുണ്ട് തെരിയോണ നിക്ക്. ഒരു മങ്ങിലത്തെ പേര് വീശിട്ട് പെഞ്ഞയുടെ ബാപ്പടെ ഭീതി കിട്ടിട്ട് പോയവണവണോ. NRCക്കാണ് വലിയൊരു മുസീബത്ത് ഉണ്ടാക്കുന്നവണോ. അവണോ എന്തായെന്നും കരുതില്ല. ആ പെണ്ണയുടെ പാപ്പായോണില്ലേ കാക്കാവിടവണില്ലേ അവന് പേങ്ങി മുമ്പില്ല. ഔത്ര പണയത്തേക്ക് വിട്ടെങ്കും ബെൽദില്ല, ബട്ടിക്ക് കുമ്പന്തെങ്കും ബെൽദില്ല, ബാങ്കയുടെ ബട്ടിക്ക് പൈസ എടുത്തെങ്കും ബെൽദില്ല, ഫൈനാൻസിനെ കാസെടുത്തെങ്കും ബെൽദില്ല, ഇന്ന ജാഗയുടെ വിത്തിട്ട് ഭീതിക്ക് പോണെങ്കും ബെൽദില്ല, സ്വന്തം ഔത്ര വിട്ടൊരു ലീസ് കാലിന് ബാടിക്ക് അകെടുത്തെങ്കും ബെൽദില്ല. എന്തില്ലെങ്കിൽ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഉറങ്ങെടുക്കും തൊന്തരയില്ല. നക്ക് കിട്ടത് കിട്ടിട്ട് തീരൂ. ഈ രൂപത്തിൽ വലിച്ചെടുക്കണ ബാലക്കാറോ
ഇസ്ലാമുടെ വിഷയത്തിൽ പളക്ക പറയുക അർഹതയില്ല. എന്നാൽ ചില വിഷയത്തിൽ പളക്ക പറയുക നിക്ക് അർഹതയില്ല. ഒരു കുടുംബത്തെ, ഒരു മുസ്ലിം കുടുംബത്തെ അത് നിന്റെ സംബന്ധങ്ങളെ നീ ഭീതി കിട്ടവണോ, ബാങ്കൊക്കെ കിടത്തിയവണോ, പള്ളിക്ക് ബാങ്കൊക്കെ കിടത്തിയവണോ, ഇന്നതെല്ലാം വലിച്ചിട്ട് നീ തിണ്ടവണോ മോണ്. വേണ്ട 40 പവൻ ഇട്ടെങ്കും കാശി വേണോട്ടില്ല 30 പവൻ ഏതായെങ്കും ഇടണോ. കാശി വേണ്ട 25 പവൻ കിട്ടെങ്കും ചെറിയ പിസയത് മനുഷ്യാലോചനാക്കിയത് നിക്ക് മാത്രം 25 പവന് കിട്ടണോ. ആ 25 പവനൊക്കെ വേണായിട്ട് പെണ്ണുക്ക് ജന്മ കൊടുത്ത ഉമ്മയും അല്ലെങ്കിൽ ബാപ്പുണ്ടല്ലോ, ആ ബാപ്പ എവിടേക്ക് പോയിട്ട് ബാങ്കിങ്ങും വില വിസയല്ല, എനിക്ക് 25 പവന് കിട്ടിട്ടേ തീരോ. കക്കൊക്കെ പോയിട്ട് കൊമ്പന്നെങ്കും വെറുതില്ല, നിക്ക് മാത്രം 25 പവന് കിട്ടിട്ടേ തീരോ. ഇസ്മായിൽ ഉസ്താദ് നിങ്ങളെ റായത്തിൽ പണ്ട് മുഅദ്ദിനായിട്ടിരുന്ന ഉസ്താദ് ഇന്നലെ ഒരു കഥ ചിലരുടെ ഒരു റായത്തിൽ നടന്ന ഒരു സംഭവത്തെ, പാവത്തൊരു പെണ്ണുക്ക് മങ്ങിള, പാവത്തെ പെണ്ണുക്ക് മങ്ങിള, ആ മങ്ങിലത്തെ ഔത്രങ്ങ, ആ മങ്ങിലത്തെ ഔത്രങ്ങ ആ പെണ്ണിന്റെ കൊടുക്കൂടെ ചെറുക്കടങ്ങ ഉള്ളതല്ലേ, പെണ്ണിന്റെ കൊടുപ്പാൽ പാട്ട ഔത്ര ചെറുക്കട ഉള്ളല്ലേ. അങ്ങോട്ട് വേണ്ടി വെച്ചർ 25 പവന് ബംഗാർ കിടി വേണ്ടി വെച്ചർ 25 പവന് കൊടുറു 25 ഗ്രാമ സമയങ്ങളിൽ കാശില്ലാത്ത പരിസ്ഥിതി എവിടമാ കാട്ടിട്ടും പേടിട്ടുമായിട്ട് ചിലപ്പോ ആ മനുഷ്യ കൊമ്പി കൊടുത്തത് അന്തും ഇന്തും കഡായ ഷർത്ത് ബീജ കാരണത്തില് ആ മനുഷ്യക്ക് കൊടുക്കുക തീരാത്ത പരിസ്ഥിതി സമയത്ത് ഈ കൊകുമയി ചൊല്ലുക സാധ്യല്ല. ഏതുമാവട്ടെ ഈ ദുനിയാവിൽ വെച്ചിട്ട് ഒരു പെണ്ണും ഒരു ആണും സുന്ദരമായ സന്തോളത്തെ സമയത്ത് കേട്ടെങ്കിൽ ആ പെണ്ണുടെയും ആണുടെയും നിക്കാഹുടെയും അതേപോലെ അണ്ടത്തെ മങ്ങത്തെ ഭക്ഷണനാളുടെ സന്തോള ഒരു ഉമ്മക്കും ബാപ്പക്കും കുസിര നാളി ഏത് കേട്ടെങ്കിൽ അവളെ മോളെ ചന്തത്തിൽ മങ്ങിലാക്കി കൊടുക്കുന്ന നാള്, അങ്ങനെ സന്തോളത്തിൽ മങ്ങിലാക്കി കൊടുക്കണായ ബാബോദ നിക്കാഹ് വേണമായിട്ട് ചെറുക്കടെ കൈ പിടിച്ചിട്ട് നിക്കാഹുടെ പളക്ക ചെറുടെ കാണുമെന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇബാദത്തുടെ രൂപത്തിൽ സുന്നത്തായ രൂപത്തിൽ ഒരു ഉളു എടുത്തിട്ട് വന്നിട്ട് നിക്കാഹ് ദൈക്കളോടുകൂടെ നെഞ്ഞി നമ്മളെ ചെന്നിട്ട് അവിടെ കേമ്പോളോടോ ഇന്നും കൈ കൊടുത്തിട്ടില്ല, നിക്കാഹുടെ പളക്ക ചെന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ എത്തുപാട്ട് കാണുമെന്നുള്ള ആ മനുഷ്യ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോകണ്ടോ. മനുഷ്യരെ ആ മനുഷ്യരെ തലയിടും, ആ മനുഷ്യരെ കൽബിൽ എത്ര ടെൻഷനിക്കല, എത്ര പേടിക്കല പടച്ചറക്ക്. ഈ സുന്ദരമായ നിക്കാഹൊന്ന് കഴിഞ്ഞാൽ പിന്നെ നാളിന്ന് ഔത്തുക പോയങ്ക, നാളെ നിനക്ക് പള്ളിക്ക് പോകണ്ടേ, നാളെ നിനക്ക് മാർക്കറ്റിക്ക് പോകണ്ടേ, നാളെ നിനക്ക് നല്ല ഉത്തര പരിധിയിലുണ്ടേ, ആരെങ്കിലും മരിച്ച ഞങ്ങൾ ഔത്തുക പോകണ്ടേ, മങ്ങിൽ നിങ്ങൾ ഇവിടേക്ക് പോകണ്ടേ. എങ്ങനെ പോകട്ടെ പടച്ചവന്, എവിടെ പോയി എന്റെ പിടിച്ചു വയ്ക്കണങ്ങളുള്ളത്. പൈസ താളാ കടയെടുത്തത്, ബംഗാറുടെ പൈസ ബാക്കിയുണ്ടുള്ള, അരിസാമാന്റെ പൈസ ബാക്കിയുണ്ടുള്ള, ഡ്രസ്സിന്റെ പൈസ ബാക്കിയുണ്ടുള്ള, സാമിയാനത്തെ പൈസ ബാക്കിയുണ്ടുള്ള, ഡെക്കറേഷന്റെ പൈസ ബാക്കിയുണ്ടുള്ള, എന്ത് കേട്ടും നാല് ഭാഗത്തും ബാക്കി പേച്ചിട്ട് ആ മനുഷ്യ ഉത്തര പരിധിയിലേക്ക് തീരാത്ത പരിസ്ഥിതികള് ടെൻഷനിലിക്കട സന്ദർഭ മനുഷ്യ അല്ലാഹു പൊരുത്തപ്പെടാത്ത സ്വറമോണ്. ബംഗാറുടെ റേറ്റ് ചെന്നിട്ട്, ബംഗാറുടെ തൂക്ക ചെന്നിട്ട് ഒരു കുടുംബത്തെ ഭീതി കിട്ടിട്ടല്ലേ നീണ്ട് മങ്ങിലാവുന്നത്. ദീർഘാഭിഷേകത്തെ ചെല്ലല്ല എന്റെ ദമ്മല പ്രദേശത്ത് നല്ല മുസ്ലിമിങ്ങള് മങ്ങിലാവുക ബാക്കിന്ന ബഹളക്കാരോ നിക്ക് വേണായത്. നിന്റെ മക്കൾക്ക് ജന്മ കൊടുക്കുക ഒരു ഉമ്മല്ലേ, നിന്റെ മക്കൾക്ക് ജന്മ കൊടുത്തൊരു ഉമ്മാവിടെ പോലോത്തൊരു പെണ്ണല്ല നിക്ക് വേണായത്. നിന്റെ കഷ്ടത്തിലും സുഖത്തിലും നിന്റെ വീട്ടിലേക്ക് ദൈക്കട പോലോത്തൊരു പെണ്ണല്ല നിക്ക് വേണായത്. മോളെ ദുനിയാവിലും ആഖിറത്തിലും ദമ്പതിമാരെ പോലെ ജീവനം നടത്തുക വേണായിട്ട് ഒരു പെണ്ണല്ല വേണായത്. കാശി വേണ്ടോ, ബംഗാറിത്ര ഇടണോണ്ടും ചെല്ലണ്ട, ഇടത്ര ഇടറുകൊണ്ടും ചെല്ലണ്ട. നിക്ക് നല്ലൊരു പെണ്ണിടെ മാത്രം സെലക്ട് ആക്കും പ്രയത്നാക്കുമോണ്. അതിൽ നിന്ന് ബർക്കത്ത് വേറെ എവിടെയും കിട്ടല മനുഷ്യ. ഒന്നാമത്തെ കണ്ടീഷൻ പെണ്ണുക്ക് മഹ്റു കൊടുക്കണോ ചെന്നിട്ട് നീ നയിക്കിടവണോ, പെണ്ണ് നയിക്കിടവളല്ല നീ നയിക്കിടവണോ. പെണ്ണിടെ ബാപ്പാട് കണ്ടെങ്കിൽ നയിച്ചെങ്കും ആ ബാപ്പക്ക് ഒരു പെഞ്ഞയുണ്ട് ബൽത്തുകോ, ആ ബാപ്പക്ക് മക്ക ഉണ്ട് ബൽത്തുകോ, ബാപ്പക്ക് കഷ്ടവും സുഖവും ഉണ്ട്. ആ മനുഷ്യക്ക് നയിച്ച കാസ് അടുക്കുമോണെ, എനിക്ക് കാസ് തറകല്ല, എനിക്ക് ബംഗാറ് തറകല്ല. നിന്റെ പെഞ്ഞയുടെ ചന്താക്കട നിക്ക് തന്റെ പെണ്ണിടെ നിക്ക് പെണ്ണ് തന്റെ ബാപ്പയുടെ പണിയല്ലത്. നിന്റെ പെഞ്ഞയാവുക പോണ്ടവിടെ ചന്താക്കിട ചമയിച്ച് ബീക്കടതും ബംഗാറല്ലിട്ട് ബീക്കടത് നല്ല നല്ല ഡ്രസ്സെല്ലാം എടുത്ത് കൊടുക്കണതോ പെണ്ണുക്ക് ജന്മ കൊടുത്ത ഉമ്മയുടെ പണിയല്ല
വാപ്പട പണിയല്ല ബദലക നിക്ക് പിഞ്ഞയായിട്ട് പണ്ടത് നിക്ക് ചന്ത കാണുകല്ല മോളെ ആ പെണ്ണുടെ ഉമ്മക്കും പാപ്പക്കും കുടുംബത്തിന്റെ ചന്ത കാണുകൊള്ളതല്ല ബദലക നിക്ക് ചന്താവുക വേണായിട്ടല്ലേ നിന്റെ പെഞ്ഞയുടെ നീ കുമ്പണ്ടത് അവൾക്ക് എത്ര ബംഗാറ് വേണം നീട്ട് കൊടുള്ള മഹറുടെ രൂപത്തില് 50 60 80 90 100 എത്ര പവണ വേണം നിന്റെ പെഞ്ഞയ്ക്ക് അത് നീ മഹർ ഉപയോഗിച്ചിട്ട് ആ പെണ്ണക്ക് നീ മഹർ കൊടുത്തിട്ട് നീ മംഗലാവുക പ്രയത്നാക്ക് ചിലപ്പോ കൊറിയാലുള്ളത് പെണ്ണ് നോക്കും പോയപ്പോ കൂടെ 25 പോണ്ട മാലകളെ വയ്ക്കിടായി മുന്നോളും പിറക്കും ഗിഫ്റ്റ് അത് ഇത് മോതിരമാലുള്ള കൊടുക്കാറ് മഹർ വയ്ക്കിടത് മാത്രം ഒരു പോണുണ്ട് 1.25 പോണുണ്ട് അല്ലെങ്കിൽ 1.5 പോണുണ്ട് എന്തെങ്കിലും ചിരിയുണ്ട് എന്തുകൊണ്ടുണ്ടോ ചിലപ്പോ തലാക്ക് ആക്കടെങ്കിൽ പിടിച്ച് വയ്ക്കിടാറ് അയക്കുവാനായിട്ട് ബാക്കിയുള്ള കൊടുത്തത് റിട്ടേൺ ആ മഹർ ഉപയോഗിച്ചത് അവളിക്ക് ഈ സ്വഭാവം ഇങ്ങനത്തെ കുതിക്കട ബുദ്ധിയുടെ കൊനയുടെ കാണി ബുദ്ധി ചന്ത ഉണ്ട് നമുക്ക് അപ്പോ ഒന്നാമത്തെ കണ്ടീഷൻ മഹർ ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കണം നീ നോക്ക് നിക്കാഹയുടെ പളക്കച്ചലിന്റെ സന്ദർഭത്തിൽ ഒരു പളക്കച്ചൽ ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ നിന്റെ മംഗലത്തേക്ക് വലിയ തങ്ങളെ വേണോ സാധാരണ ആൾമാർ ആവുള്ള ഉസ്താദേ തങ്ങളെ പറകു ചന്ദ്ര വലിയ ആലിമയുടെ പറകു ചന്ദ്ര ആ ഉസ്താദി ഉസ്താദിന്റെ പറകു ചന്ദ്ര സകല ഉസ്താദുമാരെയും ദഅവത്ത് കൊടുത്ത ആയത്തെ വലിയ ദഅവത്ത് കൊടുത്ത എല്ലാവരും സമ്മേളിച്ചൊരു മംഗലത്തുണ്ട് എല്ലാവരെയും സാക്ഷിയാക്കിയിട്ട് ഒരു പളക്കച്ചൽ ഉസവ്വിജുക നാളെ നിക്ക് മംഗലാക്കി തന്നെ അലാ മാ അമറല്ലാഹു തആല അല്ലാഹു പടിപാട്ടി രൂപത്തില് ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ നിന്റെ പെണ്ണയാവുക പോണ്ട ആള് അല്ലെങ്കിൽ കാക്കായോണം നിന്റെ കൈപിടിച്ച് ചെല്ലട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പെണ്ണയുടെ മേലെ കർത്തവ്യമുണ്ടാ ആ കർത്തവ്യത്തെ പാലനാക്കുകയാനായിട്ട് നിന്റെ മോളായവളെ നീ പെണ്ണയായിട്ട് സ്വീകരിക്കുന്ന സന്ദർഭത്തില് ഒരു പെണ്ണക എന്നുള്ള ഇഹ്സാൻ ആക്കണ എങ്ങനെ പിരിസബിക്കണ ആ രൂപത്തിൽ പിരിസബിക്കുക അല്ലാഹുവിന്റെ പേര് ചെന്ന് നിൽക്കുന്നതാണ് നിന്റെ മോളെ തന്നലാ ചെന്നിട്ട് കാക്കായോണം ചെല്ലത് ഒരു നാളുടെ സുഖത്തുകല്ലട ഒരു തിങ്ങളുടെ സുഖത്തുകല്ലട ഒരു 10 വർഷത്തെ സുഖത്തുകല്ല നിക്കൊരു പെണ്ണിടെ തണ്ടത് ഒരു 50 വർഷത്തെ സുഖത്തുകല്ല നിക്കൊരു പെണ്ണിടെ തണ്ടത് ആഖിറത്തിലും സമയത്ത് നിന്റെ ഒട്ടിಗೆ ಸೇರುക വേണായിട്ടുള്ള ശാശ്വത സുഖത്തും സന്തോഷത്തും വേണായിട്ട് ആ മനുഷ്യനിക്ക് പെണ്ണിടെ ശാശ്വതമായിട്ട് തണ്ട് പൂനേള് പോന്നിട്ട് 10-20 വർഷത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഷ്ടപ്പെട്ട് വളർത്തിയ എല്ലാ കഷ്ടത്തിലും സുഖത്തിലും ചിരിപ്പാട്ടിനും കളിപ്പാട്ടിനും ആ പെണ്ണിടെ ഒട്ടിಗೆ ഇന്ന സ്വന്തം ബാബ നിക്ക് ശാശ്വതമായിട്ട് പിന്നെ തണ്ടത് ആ പെണ്ണിക്ക് പിന്നെ നീണല്ലാണ്ട് വേറെ ആരുമില്ല മോളെ അതുകൊണ്ടിട്ട് മുസ്ലിമേ മംഗലാവണ സന്ദർഭത്തിൽ മഹർ കൊടുക്കൂ അത് ഇസ്ലാം പടിപ്പാട്ട് രൂപത്തിലാവട്ടോ രണ്ടാമത്തത് പരിശുദ്ധ ഇസ്ലാം പടിപ്പാട്ടത് പെഞ്ഞയുടെ ഒട്ടിക ഒരു മാപ്പിളകുന്ന കർത്തവ്യം എന്തുണ്ട് കേട്ടെങ്കിൽ അന്നഫഖത്തു അവളെ ചെലവ് കൊടുക്കുന്നത് ഒരു പെണ്ണിയുടെ കർത്തവ്യമായിട്ടിക്കട് പെണ്ണിയുടെ ചെലവ് ആരത് മാപ്പിളയുടെ പണി യന്ത്രത്തിലല്ല തുആമുൻ മസ്കനുൻ മൽബസ് അവളെ ഡ്രസ് അവളെ ആഹാര അവളെ ദൈകൊഗിന്നെ ഒരു ജാഗ ഒരു വിഷയ നമ്മളുടെ മുസ്ലിമുകളെല്ലാം ചിലടത്ത് ചെല്ലുക പോണ്ടേ നിന്റെ മോളെ നിന്റെ ഉത്തര ബാളക്കാർത്തി പെണ്ണിന്റെ മങ്ങിലാവ് ഗുള്ളലണ്ട് കണ്ടെങ്കിൽ പൊതു പളക്ക പറയുക പോണ്ട സന്ദർഭത്തിൽ ഗൾഫിയുടെ അറബിമാർ യന്ത്രാക്കിടറുണ്ട് പഠിക്കണം നീ അത് ഇസ്ലാമിയുടെ സമ്പ്രദായം ഉള്ളത് മങ്ങിൽ എങ്ങനെ പൊതുപളക്ക പറയ പോണ്ട സന്ദർഭത്തിൽ ചെറുക്കക്ക് സ്വന്തം അകവുണ്ട് സ്വന്തം അകയില്ലാത്ത അറബിയുടെ പെണ്ണ് കൊടുക്കില്ല അബ്ബടത്തിൽ പെണ്ണ് കൊടുക്കില്ല അവിടെ അർത്ഥാക്കണോ ഞങ്ങ ഇപ്പൊ സാധാരണ പെണ്ണ് നോക്കുക പോണ്ട പെണ്ണ് നോക്കല്ല ചെറുക്കട നോക്കല്ല തിരിയൊക്കെല്ല പഠിക്കുകല്ല പോണ്ട പോയിട്ട് വലിയ 2 ഫ്ലോർ 4 ഫ്ലോർ ആകവും ബിൽഡിങ്ങും കാറും പത്രാസും ബംഗ്ലാവുള്ള കാണുമ്പോ ഭാരി വലിയ അകള ഞങ്ങളെ പെണ്ണ് പോണ്ടത് ഭാരി ഭാഗ്യവന്ത ചാൻസിൽ കിട്ടിപ്പോയി തങ്ങത്ര അതുകൊണ്ട് അബ്ബടത് ಅದಕ್ಕೆ ಓದಿ ಅಂಜಿಟ್ಟು ಭಕ್ತುಂಡವಡ ಆಣು ಪೆಣ್ಣು ಚಂದು ಓಣು ಗೊರ್ತಗೊಳ್ಳದಲ್ಲದು കിട്ടിയങ്ങ് കിട്ടി തപ്പ ചവിട്ടി പുറത്താക്കി മാക്കിತ್ತು നമ്പകാവില്ല അത് നിൽക്കുന്നത് നിന്റെ പെണ്ണുക്ക് പോയിട്ട് തേക്കുന്നത് അകല്ലത് കാരണം അവൾ അപ്പടതക ಅದಕ್ಕೆ ഓതിക ആളുണ്ട് അയാൾക്ക് വേറെ മക്കളുണ്ട് ആണും പെണ്ണും മക്കളും പുള്ളിയും ചള്ളിയെല്ലാം ഉണ്ടത് ಅದಕ್ಕೆ ഓതിയുണ്ട് ആളുണ്ട് ചിലപ്പോ നിന്റെ മോനെ സമയില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളെ സമയില്ലാണ്ട് ചവിട്ടി പുറത്താക്കുമ്പോൾ നടക്കുള്ള നല്ല ഉത്തരം ചെന്നെങ്കിൽ ചന്തു അയാൾക്ക് ಅದಕ್ಕೆ അധികാരമുണ്ട് ഓതി കിട്ടേ അയാൾ കണ്ണുമുച്ചിൽ പിന്നെ മുന്നൊന്നും ഓതിയൊന്നും കിട്ടല കേസ് കൊടുക്കും പോലെ ഇല്ല അയാൾ ഹയാത്തിക്കട സന്ദർഭത്തിൽ ചവിട്ടി പുറത്താക്കിയാൽ പുറത്താക്കും അപ്പൊ എന്ത് വേണായത് നന്റെ മോളെ മങ്ങിയ അവിടെ ചെറുക്കത്ത് സ്വന്തം അകവുണ്ടാ
അവിടെയല്ല സ്വന്തം ഔത്തുലു. ഞങ്ങളെ കർണാടക ഈ പ്രദേശത്തിലുള്ള സ്വന്തം ഔത്തുലു നോക്കിടക്കിറമില്ല. സ്വാഭാവികമായിട്ട് മങ്ങിലായിട്ട് കഴിഞ്ഞ് കുട്ടിയെല്ലാം ആയാലും പിന്നെ ശല്യം പുള്ളി അവിടെ സന്ദർഭത്തിൽ അടിയും പിടിയും കത്തും കുത്തും ആയാലും പിന്നെ വല്ല ഭർത്താവ് അവിടെ കെട്ടി വേറെ കൊണ്ടുപോണ്ടേ. അപ്പൊ അത് ഞങ്ങളെ സമ്പ്രദായ. അപ്പൊ എന്താക്കടേ മിനിമം അവണ് ഉണ്ടല്ലെങ്കിൽ നാളെ ആ ബാപ്പ ഭർത്തിട്ടെങ്കിൽ അല്ലെങ്കിൽ ബാപ്പയുടെ ഭർത്തുണ് ബന്ധുണ്ട് കണ്ടെങ്കിൽ രണ്ട് മോള് അക കെട്ട പോലത്തെ പവർ അവനൊട്ടിക്കുണ്ട. അങ്ങനത്തെ നയിപ്പവണുകൊണ്ട ആദായത്തെ തെരുവുണ്ട അല്ലെങ്കിൽ അതുപോലത്തെ എഡ്യൂക്കേഷൻ അവണുകൊണ്ട നയിക്കിടവണ അല്ല ബീദിവിക്കാരിയാ നോക്കണു. പെഞ്ഞയ്യാവണു അക കെട്ടിക്കൊടുക്കുന്നത് മാപ്പിളുടെ കർത്തവ്യ. ഗൾഫിലെല്ലാം അങ്ങനെ മങ്ങിൽ പൊതുപളക്ക പറയുമ്പോൾ ഫസ്റ്റ് ബാപ്പാനാണ് മങ്ങിലവട്ടെ കേൾക്കുമ്പോഴത്തേക്ക് അക എടുത്തളാ അകലെടുത്തിട്ട് കാറെല്ലാം എടുത്തിട്ട് പിന്നെ മങ്ങിലായിട്ട് ഒത്തുകൊന്നു പോയിട്ട് നേരെ കൊണ്ട് സ്വന്തം അത് ക്രമ ഉമ്മാ ബാപ്പയുടെ കൂടെ അത് വിസ പിന്നെ നോക്കണം. സ്വന്തം അക കെട്ട പവർ വേണം, കപ്പാസിറ്റി വേണം. രണ്ടാമത്തേത് അവളുകു ആഹാര അവളെ ബയറുന്നവരോട് ആഹാര കൊടുക്കുന്ന ശക്തി വേണം, അത്ര നയിപ്പ് വേണം. അവനു കഞ്ഞാങ്കോ ചോറായങ്കോ ബിരിയാണിയെങ്കോ എന്തെങ്കോ ബേറ് നിറക്കണം. അവൾക്ക് പൈക്കുമ്പത്തേക്ക് ബേറ് നിറക്കണോ. നിക്ക് ബേങ്ങിടിക്കുന്ന അവൾക്ക് എന്താക്കും പോലെ ഇല്ല. അവളൊരു പെണ്ണ്. ദീർഘചലന ചരിത്രത്തെ മൂന്നാമത്തെ ഇസ്ലാം പഠിപ്പാട് ഡ്രസ് അവൾക്ക് അവളെ മൽബസ് അവളുടെ ഡ്രസ് ചെന്നെങ്കിൽ അവളെ ആഭരണമായിട്ടിക്കോ ബംഗാറായിട്ടിക്കോ മോദറായിട്ടിക്കോ ചൈനായിട്ടിക്കോ. അതേപോലെ അവൾക്ക് സാരി ആയിട്ടിക്കോ അല്ലെങ്കിൽ ചുരിദാറായിട്ടിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ് ആയിട്ടിക്കോ അവളെ ചെറുപ്പായിട്ട് ഏതും ആവട്ടു അവൾക്ക് ഉപയോഗാക്കുന്ന ഡ്രസ് നീ എടുത്തു കൊടുക്കണോ. ഇത് നിക്ക് തീരങ്ങ് മാത്രം നീ മങ്ങലാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുടെ പെഞ്ഞൈ ബണ്ട് വരുന്നാൾ. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ധനികനായ പ്രമാണിയായ സ്വഹാബി. ബദർ പോലത്തെ യുദ്ധമെല്ലാം നടക്കുക പ്രമുഖ കാരണമേ അബൂ സുഫിയാൻ ഇസ്ലാം ബണ്ട കാണുമെന്നുള്ളൂ. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുടെ പെഞ്ഞൈ വരുന്നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ബണ്ട് ചെലട് യാ റസൂലല്ലാഹ് മാപ്പിളായവണ് ചിലപ്പോ വിദേശത്തേക്ക് പാണ്യത്തുകളിലെ പോയെങ്കിൽ കച്ചവടത്തേക്ക് പോയെങ്കിൽ തിരിഞ്ഞു പണ്ട സന്ദർഭത്തിൽ തിങ്ങൾ കെട്ടല കളിയുടെ നബിയെ ആ സന്ദർഭത്തിൽ നാണും എന്റെ മക്ക പട്ടിണിയാവുടെ സന്ദർഭം വന്നെങ്കിൽ അല്ലെങ്കും നബിയേ മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് അവന്റെ സ്വത്ത് നമുക്ക് എടുക്കാമാ നബിയേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുദീ മിൻ മാലിഹി ബിൽ മഅറൂഫി മാ യക്ഫീകി വ യക്ഫീ ബനീ. പെണ്ണേ നീല നിന്റെ നിക്കും നിന്റെ പെണ്ണിന്റെ മക്കൾക്കും പയർ നിറവിടത്ര മാത്രം നീതി എടുക്കാൻ നിന്റെ മാപ്പിളുടെ പെർമിഷൻ ഇല്ലാണ്ട് നിക്കും നിന്റെ മക്കൾക്കും ഇടത്ര ഡ്രസ്സുകൾ മാത്രം നിന്റെ മാപ്പിളുടെ കയ്യിൽ എടുക്കാൻ നിക്ക് അത്യഗത്യ മറന്നുക വേറെന്തെങ്കിലും ചെലവുക എന്തെങ്കിലും വേണമെങ്കിൽ നിന്റെ മക്കൾക്കും നിന്റെയും ചെലവുക മാത്രം നിന്റെ മാപ്പിളുടെ കയ്യിൽ എടുക്കുകയാനായിട്ട് പെർമിഷന്റെ അകത്തില്ല പുണ്യനബി മുഹമ്മദ് മുസ്തഫ. മാപ്പിളുടെ പെർമിഷൻ അവളെ ചെലവ് എടുക്കലേക്ക് അവന്റെ പെർമിഷൻ കേൾക്കൊണ്ടില്ല. നാളെ സുബൈക്ക് മൂത്രം നിങ്ങളെ കീസിൽ പറസിൽ കാസ് കാണട്ടെങ്കിൽ നന്റെ ചൊല്ലു തീർന്നു എണ്ണി കുറവാ. പിന്നെ ഉസ്താദ് ദുവാരക്കൂർ പള്ളിക്ക് മജ്ലിസ് വന്നിട്ട് നല്ല 1000 രൂപ 10,000 രൂപ കാണാട്ടായിട്ട് ഉസ്താദ് ചെന്നിട്ട് ഇവിടെ വന്നിട്ട് ദുവാരക്കും കൊടുക്കണ്ട. ഇനി പെണ്ണിങ്ങ കട്ടിട്ട് കിറ്റി മൊത്തം അടി തിന്നെ നാണയിക്ക ആളല്ല. അപ്പൊ ഏതും ആവട്ടെ പെണ്ണ് ചെലവ് കൊടുക്കുന്ന പണി മാപ്പിളക്കുള്ളത്. കൊടുത്തില്ലെങ്കിൽ അവള് അകത്യത്തിക്ക് എടുക്കാം. മാപ്പിളുടെ പെർമിഷൻ അവൻ കൊടുക്കില്ലാണ്ട് അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാണ്ടും എടുക്കാം. എത്ര അവൾ അകത്യത്തിക്കുമായി വരാനായിട്ട് മാത്രം ഉണ്ട്. കണ്ടില്ലേ ഷോപ്പിംഗ് മാർക്കറ്റും അവിടെയും ഇവിടെയും ചുറ്റി നടക്കരുത്. അടിയായ പാമ്പട പോലെ ചുറ്റി നടക്കുന്ന ഒരു വർഗമുണ്ട്. അപ്പൊ അന്തും ഇന്തും പെഞ്ഞയുടെ ചെലവ് മാപ്പിളുടെ പണി. അതേപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുസ്നുൽ അശ്റ നിന്റെ പെഞ്ഞയുടെ ഒട്ടിക സ്വഭാവത്തിൽ നീ പെരുമാറണം. പെണ്ണുങ്ങളെല്ലാം ഭാര്യ കൊസിയായിട്ട് നിന്റെ മാപ്പിളുടെ പൂർത്തിയാണ് ഭർത്ത കളിക്കുന്നുണ്ട്. നിന്റെ തുണ്ടി കുറെ കളിക്കും. അപ്പോ
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നു, നിന്റെ പെഞ്ഞയുടെ പൊട്ടിക്ക് നല്ല വർത്തനലബേണ് നിന്റെ സ്വഭാവ ശൈലി. അവളെ കുത്തുകില്ല, അവളെ പറയുകില്ല, അവളെ ശാപീകുകില്ല, അവളെ ചെറുതാക്കുകില്ല, അവളെ ഇൻസൾട്ട് ആക്കുകില്ല, അവളെ മനസ്സിന് നമ്പലാക്കുകില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, അദമുൽ ഇദ്റാർ, നിന്റെ പെഞ്ഞയുടെ നീ ഉപദ്രാക്കണ്ടടാ. എന്റെ പിരിസത്തെ സഹോദരി, ഉമ്മമാരെ, പെങ്ങന്മാരെ, നിന്റെ ഊത്തുള്ള നിന്റെ മാപ്പിള കുത്തുടവണിന്നെങ്കിൽ, പറയിടവണിന്നെങ്കിൽ, നിന്റെ ശരിയാക്കിടവണിന്നെങ്കിൽ, നിന്റെ തമാശാക്കിടവണിന്നെങ്കിൽ, നിന്റെ ചാടി ഫസാദാക്കിടവണിന്നെങ്കിൽ, നിന്റെ എറിസബണ്ടവണിന്നെങ്കിൽ, ബഹുമാനപ്പെട്ട ഇസ്ലാം മുസ്ലിമായ മാപ്പിളയുടെ പരിപാട് അതുമുൽ ഇളറോർ, അവൾക്ക് നമ്പലാക്കണ്ട, അവൾക്ക് നമ്പലാക്കണ്ട, അവൾ ഉപദ്രാക്കണ്ട, അവൾക്ക് അതേപോലെ ബേജാറാക്കി പാട്ടണ്ട. ബാലക്കാരാ, നിന്റെ പെഞ്ഞി ആറുണ്ടെന്നാണ് നിനക്ക് പരിപാടി തരട്ടാ. അവള് അവളെ ബാപ്പടെ ബുട്ട് വന്നവളോ, ജന്മ കൊടുത്ത ഉമ്മടെ ബുട്ട് വന്നവളോ, ഉമ്മടെ കണ്ണട തണ്ണി ഒഴുകിട് ആ പെണ്ണോട് മണിയിലാകെ തന്റെ സന്ദർഭത്തില് നിന്റെ മോളിന് നിന്റെ ബുട്ട് പോയളല്ലേ ചെന്നിട്ട് ആ ഉമ്മക്കും ബാപ്പക്കും ഇന്ന് അവള് കഷ്ടത്തിലും സുഖത്തിലും കിട്ടില്ല. നീന കടത്തിങ് മാത്രം അവൾ ഔത്തുക്ക് പോണായത് കേരടി ഒരു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരു സ്വഹാബിയുടെ കുടുംബത്തൊരു പെണ്ണിങ്ങ കടത്രയാ റസൂലല്ലാഹ്, ഇന്നാലിന്ന പെണ്ണിങ്ങ നിന്റെ കടത്തിയ നബിയേ, ആ പെണ്ണിങ്ങളെ കുടുംബത്തെ ആള് നബിയേ, ആ പെണ്ണിങ്ങളെ മാപ്പിള വിദേശത്തേക്ക് പാണ്യത്തേക്ക് പോയിട് വരുമ്പത്തേക്ക് ചെമ്മനേറാവോ ചെമ്മൻ ആളാവോ യാ റസൂലല്ലാഹ്. ആ പെണ്ണിങ്ങളെ പാപ്പക്ക് ഉഷാറില്ല നബിയേ, അങ്ങനെ പാപ്പ കേട്ടോണ്ടുണ്ട് മോളെന്ന് പോയങ്കാവ നബിയേ, പെർമിഷൻ കേൾക്കുക, ആധുനിക സൗലഭ്യം ഇല്ല, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, മൊബൈൽ ഇല്ല, ഇതൊന്നുമില്ലാത്ത കാലല്ല റസൂലേ. മാപ്പിള പണ്ടേ കാണുമെന്നുള്ള പെർമിഷൻ ഇല്ലാണ്ട് പോയങ്കാവ നബിയെ എന്ന് കേട്ടപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, ആവില്ല മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് മാപ്പിള നോക്കു പോകാവില്ല. അങ്ങനെ ആ പെണ്ണൗത്തിൽ വെച്ചിട്ട് ദ്വാരന്നത്തെ പാപ്പക്ക് കുറെ നാള് കഴിഞ്ഞപ്പോ പിന്നെയും ഈ പെണ്ണിങ്ങ സ്വഹാബിയുടെ അല്ലാഹുവിന്റെ റസൂലുടെ മുട്ട കടത്തില് ചൊല്ലി, യാ റസൂലല്ലാഹ്, ആ പെണ്ണിങ്ങ കടത്തിയ നബിയേ, ആ പെണ്ണിന്റെ ബാപ്പ സീരിയസിലുണ്ട് റസൂലേ, മോളെന്നുള്ള ആട്ടുകൊന്ന് നോക്കുക വേണ്ടിട്ട് ആശപ്പെട്ടോണ്ടുണ്ട് നബിയെ. പോയങ്കാവ നബിയെ കേട്ടപ്പോ മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് പർത്തികളിയും പോലെയല്ല ഈ സ്വാമി പോയിട്ട് പെണ്ണിടൽ വിസേജന്ത്. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോ പാപ്പ മരിച്ചിരടി ഒന്ന് വന്ന് നോക്കിടി ഉണ്ട് ചെന്നിട്ട് ആരോ ചെന്ന് കൊടുത്തത് മരിച്ച വിസയത്ത്. അങ്ങനെ ഈ സ്വാമിയുടെ പിന്നെയും ആ പെണ്ണിങ്ങ കടത്തറ്, യാ റസൂലല്ലാഹ്, ആ പെണ്ണിങ്ങളെ ബാപ്പ മരിച്ചിരു നബിയേ, ബാപ്പയുടെ മയ്യത്തൊന്ന് നോക്കിയങ്കാവ നബിയേ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് ബാപ്പയുടെ മയ്യത്ത് സമയത്ത് നോക്കും പോലെയില്ല. പിരിസത്തെ മുസ്ലിമേ, പിന്നെയും ആ പെണ്ണിങ്ങ പോയതേ ഇല്ല. കുറെ നാൾ കഴിഞ്ഞാൽ പിന്നെ മാപ്പിള വന്ന് പെണ്ണയുടെ വിഷയത്തിട്ട് ബേജാറായി പോയത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, നബിയേ, ആ പെണ്ണ് അവളെ ബാപ്പട നോക്കൊക്കെ പോകുന്നുണ്ട്, പെർമിഷൻ ഞാൻ കൊടുക്കാത്ത നബിയേ, നാണത് പൊരുത്തപ്പെടാത്ത നബിയേ എന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, ബേജാറാവണ്ട, ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാപ്പട കാട്ടി കൊടുക്കുക. ആ പെണ്ണ് സബൂറയുടെ സ്വാരിയത്തായ പെണ്ണ്, നീ ഭാഗ്യവന്തളാത്തൊരു പെണ്ണ് കിട്ടിയത് ചെന്നിട്ട് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പെണ്ണിടെ മംഗലാവിടെ സന്ദർഭത്തിൽ ഈ കണ്ടീഷൻ വെച്ചിട്ടേ അവള് നാണിന്ന് മഹർ കൊടുത്തിട്ടേ മംഗലാവിടെ കാശും വേണ്ട, അവളെ ബംഗാറും വേണ്ട, അങ്ങനെ ഡ്രസ്സും വേണ്ട, എന്തും വേണ്ട, നിന്റെ ചെലവുകളായിട്ട് എല്ലാം അതേപോലെ നിന്റെ പെഞ്ഞിതാണ് നല്ല രൂപത്തിൽ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അതേ രൂപത്തിൽ നിന്റെ പെഞ്ഞിടാണ് എന്ന് പറയില്ല, അവളെ നാള് കുത്തില്ല, അടിക്കില്ല. കാലക്കാരാ, നിന്റെ പെഞ്ഞേകളുടെ ബസ്തില്ല, നിന്റെ ഉത്തര പെഞ്ഞിയായിട്ട് വന്നവളോ, നീ പറഞ്ഞപ്പോ പറച്ചല് തിന്നിടവളോ, നീ ഉറങ്ങട കാണാം മുന്നോൾ, നീ ഉറങ്ങിയാൽ പിന്നെ ഉറങ്ങടവളോ, നീ എണിക്കട കാണാം മുന്നോൾ എണിക്കടവളോ, നിന്റെ സകലമാണ് ചാക്കിരിയാക്കിടവളോ, നിന്റെ മക്കളെ ചാക്കിരിയാക്കിടവളോ, നിന്റെ ഇടകളല്ല കൽകട് ക്ലീനാക്കി തണ്ടവളോ, നീ അടിച്ചെങ്ങും അടി തിന്നിട്ട് പറഞ്ഞെങ്ങും പറച്ചല് തിന്നിട്ട് നമ്പലാക്കി നമ്പലനുഭവിച്ചിട്ട് ആ പെണ്ണ് നിന്റെ ഉത്തിലെ വെച്ചുകൊണ്ടുള്ളത് എന്തുകൊണ്ട് തെരിയടാ, ആ പെണ്ണുക ആറുമില്ലടാ, ആ നിന്റെ പെഞ്ഞേക്ക് ആറുമില്ല മോനെ.
പറഞ്ഞപ്പോ പറച്ചിൽ തിന്നണാവിടോ, അടിച്ചപ്പോ അടി തിന്നണാവിടോ, കൊന്നെങ്ക മരിക്കണാവിടോ. ആ രൂപത്തിൽ നിന്റെ മേലെ പറവൈസ ബീച്ചിൽ വന്ന പെണ്ണുളാറ്. അവളെ പെറ്റ ഉമ്മടവള് മറന്നു വന്നള് പുട്ടു വന്നള്, പാപ്പടവള് പുട്ടു വന്നള്, ഇളവള് മൂത്തോണം പുട്ടു വന്നള്, വല്ല ഔത്ര പുട്ടു പറന്ന് വന്നള്, കുടുംബത്തെ പുട്ടു വന്നള്, എല്ലാരെയും പുട്ടു വന്നള്. ഇന്ന് നക്ക് പാപ്പായിട്ടുള്ളത് എന്റെ മാപ്പിള പടച്ചവന്. ഉമ്മടെ പിരിസ കണ്ടത് എന്റെ മാപ്പിള തമ്പുരാന്. മക്കളെ പിരിസ കണ്ടതും ഇളങ്ങ മൂത്തങ്ങളെ പിരിസ കണ്ടതും കുടുംബത്തെ പിരിസ തറവ് ഏകൈക വ്യക്തിയെ ദുനിയാവിൽ എന്നത് നിന്റെ പിരിസത്തെ മാപ്പിള മാത്രം. ഇന്ന് നിന്റെ കാക്ക പറഞ്ഞെങ്ങും നാളെ വിട്ടുകൊണ്ടില്ല. നിന്റെ മാപ്പിള ഉള്ള നിന്റെ മാമി ആക്ഷേപാക്കും ചാടിവാസ ഫസാദാക്കും ഏത ഭേദഭാവ കാട്ടെങ്ങും നാളെ പോണ്ടില്ല. നിന്റെ മാപ്പിള ഉള്ള ആറ് പറഞ്ഞെങ്കും നാറ് എന്ത് വേരെങ്കും ചൊല്ലട്ടെ. നിന്റെ മാപ്പിള ഉള്ള നിന്റെ മാപ്പിള മാത്രം നിനക്ക് ധൈര്യമുള്ളത് മനുഷ്യ. നിന്റെ പെഞ്ഞയുടെ കണ്ണിടെ തണ്ണീർ ഞങ്ങൾ തോത്തുക വേണായിട്ട് റായത്തങ്ങ പണ്ടില്ലടാ. നിന്റെ പെഞ്ഞയ്ക്ക് മനസ്സിന് നമ്മളായ സമാധാനാക്കുക റായത്തങ്ങ പണ്ടില്ലടാ. നിന്റെ പെഞ്ഞയ്ക്ക് വയറിൽ പൈക്കുക തുടങ്ങിയിട്ടുണ്ട് കണ്ണെങ്ങുണ്ണു പാട്ടുക റായത്തങ്ങ പണ്ടില്ലടാ. നിന്റെ പെഞ്ഞയ്ക്ക് സീക്ക് സങ്കട തുടങ്ങിയിട്ടുണ്ട് കണ്ണെങ്ങൊന്ന് മറന്നാക്കുക വേണായിട്ട് റായത്തങ്ങ പണ്ടില്ലടാ. എന്തൊക്കെ അവള് കഷ്ടത്തിലുള്ളത് കൊണ്ടായെങ്കും റായത്തങ്ങ സഹായാക്കില്ല. മാപ്പിള ഉള്ള ചെന്നിട്ട് മനുഷ്യ എല്ലാരും പറഞ്ഞപ്പോ അവള് സഹിക്കടല്. ആറ് ചാടി പസാദാക്കിയും അവള് സഹിക്കടല്. മങ്ങിലായിട്ട് കൊടുത്തിട്ട് ഔദ്രോഗത്തിലെ തെച്ചോണ്ടിക്കട മച്ചിഞ്ച് മാറ് ആക്കിയും അവള് സഹിക്കടല്. നക്ക് ധൈര്യമായിട്ട് നിന്റെ മാപ്പിള ഉള്ള നക്ക് പ്രൊട്ടക്ഷൻ തറകും നിന്റെ മാപ്പിള ഉള്ള ദുനിയാവിലും ആഖിറത്തിലും നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ മാപ്പിള ഉള്ള അത് ഒരു ധൈര്യം മാത്രമോടെ. അകസ്മാത്ത് നീനും പറയുക തുടങ്ങിയെങ്ക, നീനവളെ അടിക്കുക തുടങ്ങിയെങ്ക, നീനവളെ ആക്ഷേപാക്കുക തുടങ്ങിയെങ്ക, അവളെ മനസ്സ് കണ്ട തണ്ണിൽ പാട്ടുക തുടങ്ങിയെങ്ക ആരല് ചെല്ലണുലാ. നീ നിന്റെ കുടുംബത്തങ്ങളെ കളാറ്റാക്കിട്ട് പോയിട്ട് ചിലപ്പോ നിക്ക് വേണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങാ. ഏതെങ്കിലും കുറ്റകാടിൽ പോയിട്ട് എന്തെങ്കിലും തിന്നിട്ട പറ ഭൂമിയുടെ ജീവനം നടത്താ. എവിടെയെങ്കിലും കട്ടിട്ടെങ്കും നിക്ക് നിക്ക് വേണമെങ്കിൽ ജീവനം നടത്താ. കട്ടിട്ട് ജീവനം നടത്തുന്നോണ്ടല്ല ചെന്നോണ്ടുള്ളത് അത്രയെങ്കിലും നിക്ക് തീരുവല്ല മനുഷ്യ. എവിടെയെങ്കിലും കഞ്ഞങ്ക് തെളിയങ്ങ് കുടിച്ചിട്ട് നിക്ക് ജീവനം നടത്താ. നിക്ക് പ്രത്യേക അകവേണൂട്ടേയില്ല. പെണ്ണങ്ങനെയല്ല. അവൾക്ക് ഡ്രസ് എടുക്കുക ജാഗ വേണോ, ഒന്തക്കിടക്കാക്കുക ജാഗ വേണോ, തെല്ല് ഉറങ്ങുക ജാഗ വേണോ, തിന്നുക അവളിൽ ഒന്നുമില്ല മോളെ. നയിപ്പ് അവൾക്കില്ല മനുഷ്യ. തിരസ കൊടുത്തു നീങ്ങല്ലാണ്ട് അറിവില്ല മോളെ. നിന്റെ കഷ്ടത്തെയും നിന്റെ വിഷയത്തെ നിന്റെ ഉമ്മടൽ ചെറുകളെ മനസ്സോപ്പില്ല. ഉമ്മക്ക് ബേജാറാവണ്ട, ബാപ്പക്ക് ബേജാറാവണ്ട. അങ്ങ് ഉഷാറില്ലാണ്ട് ഇണ്ട് പിന്നെ ചെന്നിട്ടുള്ളത് ഈ രൂപത്തിൽ ഔത്തുക സമേത ചെല്ലില്ല. അകസ്മാത് ചെന്നെങ്ക ഉമ്മടെ മുട്ടത്തിൽ പെണ്ണക്ക് പരിഹാരം കിട്ടില്ല. ബാപ്പടെ മുട്ടത്തിൽ പെണ്ണക്ക് പരിഹാരം കിട്ടുകയില്ല. ആ പെണ്ണയുടെ താൽക്കാക്കൻ അങ്ങ് ഉള്ളത് ഞങ്ങളെ മുട്ടത്തിലും പരിഹാരം ഇല്ല. അങ്ങയെ കൈക്കവറും മന്ത്രമാത്ര ചെല്ലിടറ്. നീനാക്കട ഉപദ്രത്തെ നീനാക്കട അന്യായത്തെ സൈക്കു തീരാത്ത സന്ദർഭത്തില് നിന്റെ പെണ്ണെ ഔത്തുക പോയിട്ട് ദൂറ് കൊടുത്തെങ്കിൽ അങ്ങ് ഒരേ ഒരു മന്ത്രമാത്ര ചെല്ലത് പെണ്ണെ വേദാറാവണ്ട. മോളെ സബുറെടുക്കടി. അങ്ങനെയുള്ള ഉണ്ടാവുടി. അതല്ല പറച്ചില കേട്ടെങ്കിൽ ബിസിയല്ലടി. അടിച്ചങ്ങത്തല്ലടി നിന്നിട്. സബുറെടുക്കടി. എല്ലാം സമാവുണ്ട് മാത്രം ഒരു മന്ത്രം മാത്രം അങ്ങളെ വിട്ടിക്കൊള്ളര്. ഒരു ഉമ്മം നിന്റെ മാപ്പിളയുടെ കുട്ടുപാടി, ഒരു പാപം നിന്റെ മാപ്പിളയുടെ കുട്ടുപാടി, ഒരു കാക്കടങ്ങും മാപ്പിളയുടെ കുട്ടുപാടി ചെന്നിട്ട് ഒരാളും അവൾക്ക് ചെല്ലില്ല. മൂത്തവണ് നോക്കി എത്ര നാള് നോക്കോ, മൂത്തങ്ങളെ മക്ക നോക്കി എത്ര നാള് നോക്കുവര്, ഉമ്മ ബാപ്പ എത്ര നാള് നോക്കുവര്. ഞങ്ങളെ കാളകൾ ഞങ്ങൾ പെണ്ണുക്ക് ആറ് ആശ്രയമുള്ളര്. ആണുക്ക് ആനോടൊരു ആശ്രയം ഇല്ലാണ്ട് ഒരു പെണ്ണുക്ക് ജീവൻ നടത്തുക സാധ്യമേ ഇല്ല മനുഷ്യ. അല്ലാഹുവിന്റെ മേലുള്ള സത്യപ്രതിജ്ഞ എടുത്തൊരു നിന്റെ പെഞ്ഞയുടെ ബാപ്പ നിന്റെ മേളിൽ കൈപിടിച്ചിട്ട് പടച്ചോന്റെ മേലെ സത്യം ഇട്ടിട്ട് തന്നെ പെണ്ണ് നിന്റെ അവൾക്ക് നീനും പറഞ്ഞെങ്ക, നീനും അടിക്കും ദൂഷനാക്കും കുത്തകും ചവിട്ടകും തുടങ്ങിയെങ്ക അവൾ അല്ലാഹുവല്ലാണ്ട് പിന്നെ ആരിലും ചൊല്ലുക ആളില്ല മോളെ. ആരും അവൾക്ക് ദൂരെ ചൊല്ലുക ആളില്ല മനുഷ്യ. ചാവ് കിടന്നിട്ടും ഉറക്ക് പണ്ടില്ല, സമയത്തോളം ഉറക്ക് പണ്ടില്ല. മാപ്പിളയുടെ അക്രമ സൈക്കു തീരാണ്ട്, മക്കളുടെ പറച്ചൽ സൈക്കു തീരാണ്ട്, മാപ്പിള വേറെ റൂമുകള് പിന്നെ വേറെ റൂമുകള് പറഞ്ഞുകൊണ്ടുള്ള പരസ്പര കാണുകാവാത്ത പരിസരത്തില് ചിമ്മെഴുതിച്ചിട്ട് ഏകാന്തമായിട്ട് പടച്ചതം പുരാണ്ടിൽ അല്ല അല്ലോ ഈ ദുനിയാവിൽ നിന്നൊക്കെ ജീവന ഇല്ലനാദാ.
അങ്ങനെ മോത്ത് അല്ലാഹു ദൂർ കൊടുത്തു കണ്ണിടെ തണ്ണീൽ പാട്ടിയളാ പിന്നെ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് രക്ഷപ്പെടുക സാധ്യമില്ല മോളെ അദ്രക്കാണെങ്കിൽ ഒരു ശാപ ദുനിയാവിൽ വേറെ ഇല്ല മനുഷ്യ അതുകൊണ്ട് പെഞ്ഞയുടെ പറയിടവണ് പെഞ്ഞയുടെ ദൂഷണാക്കിടവണ് പെഞ്ഞയുടെ ഇൻസൾട്ട് ആക്കിടവണ് ഒരു നിമിഷം നീ ചിന്തനാക്കണ വിഷയത്തില് ചിലപ്പോ പെഞ്ഞയെ തപ്പിയങ്ക അല്ലാഹു ഇഷ്ടപ്പെടാത്ത സ്വറാക്കിയങ്ക നീ ഇഷ്ടപ്പെടാത്ത സ്വറാക്കിയങ്ക അടിക്കണ്ടേ അടിക്കണോ ആർക്കും കൊന്താവാത്ത രൂപത്തില് പ്രൈവറ്റ് ബെഡ്റൂമുകൾക്കും പോയിട്ട് ജണ്ട് പറഞ്ഞിട്ടാ അടിക്കണ ഒരു ജണ്ട് അടി എവിടെയും കാളുക മുതുക്കായോടും നമ്പലാവാതെ പൊട്ടാത്ത ചോര പറയാത്ത മുള്ളു പൊടിയാത്ത രൂപത്തിൽ നിന്ന് ചെറിയൊരു അടി അടിക്കണോ നീ നിന്റെ പെഞ്ഞയുടെ ബിർസബീക്കടെങ്ക് പെഞ്ഞ നിന്റെ ബിർസബീക്കടെങ്ക് നീ അടിക്കണോട്ടുള്ള